സ്റ്റുഡൻസ് നമ്മൾ മുൻപ് 31ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 32 ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ഇന്ത്യ ടു പ്രൊവൈഡ് ഫോർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അല്ലേ, എന്താണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മനുഷ്യക്ക് അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡാഷ് വാസ് എനാക്റ്റഡ് ഇൻ ഇന്ത്യ അല്ലേ ടു പ്രൊവൈഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. 1993 ആൻസർ വരുന്നത്. ഇനി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് വാസ് അഡോപ്റ്റഡ് ബൈ ദി UN ജനറൽ അസംബ്ലി ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷത്തിലാണ് നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? UN ജനറൽ അസംബ്ലിയിൽ നിന്ന്. അപ്പം UN ജനറൽ അസംബ്ലിയിൽ നിന്ന് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കടമെടുത്തിട്ടില്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വർഷമാണ് അവർ ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് 1948 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദി ഫുൾ ഫോം ഓഫ് ദി ഫോളോയിങ് അബ്രിവേഷൻ. അബ്രിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചുരുക്കെഴുത്ത്, ചുരുക്കരൂപം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ചുരുക്ക പേരുകളാണ്. അതിൻ്റെ ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ്. PILൻ്റെ ഫുൾ ഫോം എന്താ വരുന്നത്? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പൊതു താല്പര്യ ഹർജി എന്നാണ് വരുന്നത്. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ കുറിച്ചിട്ട് അറിയുമെന്ന് വിചാരിക്കുന്നു. എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ രീതിയിലോ നമ്മൾ കോർട്ടിനെ അപ്രോച്ച് ചെയ്യണം അല്ലേ. അത് പൊതു താല്പര്യത്തിലുള്ളൊരു കാര്യമാവണം. അങ്ങനെ പൊതു താല്പര്യത്തിലുള്ളൊരു വിഷയം അത് ഒന്നെങ്കിൽ മീഡിയക്ക് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പൊതു താല്പര്യമാണെങ്കിൽ എന്താണ് ഈ ഒരു ഹർജി, ഒരു കേസ് ആര് നേരിട്ട് ഏറ്റെടുക്കും? നമ്മുടെ കോടതി നേരിട്ട് തന്നെ ഏറ്റെടുക്കുന്നതായിരിക്കും. അതിനെയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്, അഥവാ പൊതു താല്പര്യ ഹർജി. അതാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇനി UNDP എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയാണ്. അപ്പോൾ ഇതൊരു പരിപാടിയാണ് അല്ലേ, പ്രോഗ്രാമാണ്. 1965 ഇത് വർക്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമൂഹത്തിലെ അസമത്വം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടാതെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ UNDP ആണ് രണ്ടാമത്തത്. അതെന്താണ്? യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Instrument for a responsive and accountable administration inculcates pupils' involvement in dash. ഇപ്പോൾ എന്താണ്? ഉത്തരവാദിത്തപൂർണവും അല്ലെങ്കിൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, ഭരണകാര്യം അല്ലേ, ഉത്തരവാദിത്തത്തോടെയുള്ള ആ ഒരു ഭരണത്തിന് സഹായിക്കുന്ന ഏറ്റവും വലിയ ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള അല്ലേ ആ ഒരു ഭരണം എങ്ങനെ വരുന്നതാണ്? ആ ഒരു ഭരണത്തിന് ഗവേണൻസ് നല്ല രീതിയിലുള്ളതായിരിക്കണം. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഗവേണൻസ് എന്നാൽ മാത്രമേ അതിന് ഭരണം നല്ല രീതിയിലുണ്ടെങ്കിലേ അതിൽ എന്താണ് ജനങ്ങളുടെ പങ്കാളിത്തം ഒക്കെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കവിടെ ഭരിക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ദി ബെനിഫിറ്റ് ഓഫ് എംബഡിങ് കമ്പ്യൂട്ടർ ആൻഡ് IT ഇൻ ദി ഗവേണൻസ് ഇസ് ഡാഷ് ഓഫ് സർവീസ് ടു ദ പീപ്പിൾ അറ്റ് ലോ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതോടെ തന്നെ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ സേവനം ലഭ്യമാക്കുക എന്നാണ് ഉദ്ദേശം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറ്റ്സ് ഇൻ ദി ഗവേണൻസ് ഈസ് ഡാഷ് ഓഫ് സർവീസ് എന്നാണ്, ഡെലിവറി ഓഫ് സർവീസ് എന്നാണ് നമുക്കവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഇത്രയാണ് 34ാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു MCQ പാർട്ടിൽ നിന്ന് വരുന്നത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഓൺ മീറ്റിംഗ് ദി നീഡ്സ് ഓഫ് ദി ഡാഷ് ജനറേഷൻ വിത്തൗട്ട് ദി നീഡ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഓൺ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ഡാഷ് ജനറേഷൻ. ഏത് ജനറേഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? എന്താണ് ഇവിടെ വരുന്നത്? സുസ്ഥിര വികസനം എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റോട് പറയുന്നത്. അപ്പോൾ എന്താണ് സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മീറ്റിംഗ് ദി നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് ജനറേഷൻ, ഇപ്പോഴുള്ള മനുഷ്യരുടെ തലമുറയുടെ എന്താണ് അതിൻ്റെ
ആവശ്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം വേണ്ടിയിട്ട് മാത്രമാണ്. ആൻഡ് വിത്തൗട്ട് ദി ഡാഷ് ദി നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, അല്ലേ? വിത്തൗട്ട് കോംപ്രമൈസിങ് ദി നീഡ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു സുസ്ഥിര വികസനം എന്ന കോൺസെപ്റ്റ് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പം ജീവിച്ചിരിക്കുന്ന പ്രസൻറ്റ് ജനറേഷന് വേണ്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടും, എന്നിരുന്നാൽ പോലും ഇനി മുൻപിലേക്ക് ഭാവിയിലേക്ക് വരാനുള്ള നമ്മളുടെ മക്കൾക്കോ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും പോക്കാതെ തന്നെ നിലനിർത്തിക്കൊണ്ട് എന്തെങ്കിലും മാറ്റിവെക്കുകയാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് പ്രസൻറ്റ് കോംപ്രമൈസിങ് എന്നാണ് കേട്ടോ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ എ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്ഷൻ ബി. ഈ ഒരു സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം അത് സെക്ഷൻ ബിയിൽ എക്സൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായതാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ ബി നല്ല രീതിയിൽ എഴുതിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം, രണ്ടും മിക്സ്ഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ദ മീനിങ് ഓഫ് ലിബറലിസം ഓർ ഡിസ്ക്രൈബ് ഗാന്ധിസ് കോൺസെപ്റ്റ് ഓഫ് സർവോദയ. അപ്പം ഇവിടെ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. 36ാമത്തേൽ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾ ഇത് എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതാം. അപ്പം ചിലപ്പോൾ ഇത് രണ്ടും അറിയുന്ന ആൾക്കാണെങ്കിൽ സുഖമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഏതാണോ അറിയുന്നത് അത് ആൻസർ ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയുന്നതാണെങ്കിൽ ഓക്കെ ആണ്, അല്ലേ? നമുക്കത് എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ലിബറലിസം എന്ന് പറയണം. ഇനി നെക്സ്റ്റ് വരുന്നത് ഗാന്ധി കോൺസെപ്റ്റ്. അതും ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്താണ് ഗാന്ധി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ലിബറലിസം എന്തെന്ന് നോക്കാം. ലിബറലിസം മേജർ പൊളിറ്റിക്കൽ തിയറിയിൽ വരുന്നൊരു തിയറിയാണ്, കോൺസെപ്റ്റാണ് വരുന്നത് ലിബറലിസം എന്ന് പറയുന്നത്. ലിബറലിസം എന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയെ മുൻനിരയിലെത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക ആശയമാണ്. എന്താണ്? ഒരു പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കോൺസെപ്റ്റാണ് എന്താണ് ലിബറലിസം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു വ്യക്തിയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, അല്ലേ, ജനാധിപത്യത്തിലൂടെയും സ്വാതന്ത്ര്യത്തിലൂടെ, പിന്നെ സമത്വം, പിന്നെ അവരുടെ മനുഷ്യാവകാശ സംരക്ഷണം, ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മലയാളം വായിക്കുന്നതോടുകൂടെ തന്നെ ഇംഗ്ലീഷും വായിക്കണം. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷും കൂടെ ഒന്ന് നോക്കാം. ലിബറലിസം ഈസ് എ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഐഡിയോളജി, അല്ലേ? രാഷ്ട്രീയവും എന്താണ് സാമ്പത്തികവുമായിട്ടുള്ള ആശയമാണ്. ദാറ്റ് എംഫസൈസ് ദി ഇൻഡിവിജ്വൽ ഫ്രീഡം. എന്തിനാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്? ഓരോ വ്യക്തിയുടെയും ഫ്രീഡം, അല്ലേ, സ്വാതന്ത്ര്യം, പിന്നെ ഡെമോക്രാസി, അതിൻ്റെ ജനാധിപത്യം, ഇക്വാലിറ്റി, സമത്വം, ആൻഡ് ഓൾസോ ദർ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അവരുടെ മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നതാണ് ലിബറലിസം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ദി ലിമിറ്റഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ എക്കണോമിക് അഫേഴ്സ് ആൻഡ് അഡ്വക്കേറ്റ്സ് ഫോർ സിവിൽ ലിബർട്ടീസ്. അപ്പോൾ എന്താണ് ഇത്? സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാരിൻ്റെ പരിമിതമായ ഇടപെടൽ പിന്തുണയ്ക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ലിബറലിസം ഓർക്കുക, സർക്കാരിൻ്റെ ഇടപെടൽ ചെറിയ രീതിയിലേ ലിബറലിസത്തിൽ വരുന്നുള്ളൂ, സാമ്പത്തിക കാര്യങ്ങളിൽ കേട്ടോ, എക്കണോമിക് കണ്ടീഷൻസിലാണ്. ആൻഡ് സ്വാതന്ത്ര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് വെച്ചാൽ ഇറ്റ് സപ്പോർട്ട്സ് സിവിൽ ലിബർട്ടീസ്, പൗരസ്വാതന്ത്ര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് ഓഫ് ലിബറലിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സർവോദയ എന്താണെന്ന് നോക്കാം. സർവോദയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെൽഫെയർ ഓഫ് ഓൾ, അല്ലെങ്കിൽ എല്ലാവർക്കുമുള്ള ക്ഷേമം എന്നാണ് സർവോദയ കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജീൻ്റെ കോൺസെപ്റ്റാണ് കേട്ടോ ഈ ഒരു സർവോദയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ് വാസ് ഗാന്ധീസ് ഐഡിയ ഓഫ് ജസ്റ്റ് സൊസൈറ്റി വേർ എവറി ഇൻഡിവിജ്വൽ irrespective of caste, religion or economic status has an equal opportunity for growth. എന്താണ് ഇവിടെ ഗാന്ധിജി പറയുന്നത്? എല്ലാവർക്കുമുള്ള ക്ഷേമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമത്വാധിഷ്ഠിത സമൂഹത്തെക്കുറിച്ചിട്ടുള്ള ആശയമാണ് എല്ലാവർക്കുമുള്ള ക്ഷേമം അല്ലെങ്കിൽ സർവോദയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെ പാടില്ല? ജാതി, മതം, സാമ്പത്തിക നില എന്നിവ ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെയുള്ള വളർച്ച, അല്ലേ? ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്, അതാണ് ഈ ഒരു സർവോദയയിലൂടെ ഗാന്ധിജി മുൻനിർത്തുന്ന ആശയം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സർവോദയ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇൻ കേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ട്രസ്റ്റിഷിപ്പ് എന്താണെന്ന് നോക്കണം.
പിന്നെ രാമരാജ്യത്തിനെ കുറിച്ചിട്ട് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിറ്റൊക്കെ ഉണ്ടല്ലോ സുപ്രീം കോടതിനെ, ആ ഒരു റിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർട്ടോറി അതൊക്കെ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 37ാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ 37ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് വരുന്നത്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദി ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്? ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം എന്താണെന്നാണ്, അല്ലെങ്കിൽ ഫെഡറൽ ഭരണകൂട സംവിധാനം എന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫെഡറൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? That is, a federal system of government is a form of government in which power is divided between central authority and a various regional or state government. അപ്പോൾ ഫെഡറൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ് പറയേണ്ടത്? കേന്ദ്ര ഭരണകൂടത്തിനും വിവിധ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരിനും ഇടയിൽ വിഭജിച്ചിട്ടുള്ള ഒരു ഭരണരീതിയാണ് എന്താണ് നമ്മുടെ ഫെഡറൽ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം ഓഫ് ഫെഡറൽ സിസ്റ്റം എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, സെൻട്രലും കൂടാതെ കുറച്ച് സ്റ്റേറ്റ്സിന് ഡിവൈഡ് ചെയ്യുന്നതാണ് ആ ഒരു ഭരണവ്യവസ്ഥയാണ് ഫെഡറൽ. അപ്പോൾ ഇവ രണ്ടും സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴും ഒരു പൊതു പ്രമാണത്തിന് കീഴിലായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടില്ലേ, എല്ലാവരും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അണ്ടർ ദി ലോ, റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞിട്ടില്ല, നിയമവാഴ്ച എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അത് നിയമത്തിൻ്റെ ഉള്ളിലായിരിക്കും, നിയമത്തിൻ്റെ അണ്ടറിലായിരിക്കും. അതാണ് ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതാണെങ്കിലും അത് ഒരു പൊതു പ്രമാണത്തിന്, നമ്മുടെ ഭരണഘടന ഉണ്ടല്ലേ, അതിന് കീഴിലായിരിക്കും അവ പ്രവർത്തിപ്പിക്കുക. ആൻഡ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരങ്ങൾ വിഭജിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ എന്തിൻ്റെ ധാരണയിലാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ്റിലെയും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ 2 രീതിയിൽ വിഭജിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി ഇതിൽ കുറച്ചും കൂടി 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്ന് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫെഡറൽ സിസ്റ്റം പഠിക്കുമ്പോൾ. അതൊക്കെ കൂടെ ഒന്നും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ടാണ് അത് മാർക്കിനനുസരിച്ച് അത് എത്രത്തോളം എഴുതണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു PDF പഠിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ മുൻപേയുള്ള ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ. Outline the 2 conditions when emergency is proclaimed in the country. എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട 2 സാഹചര്യം എന്തൊക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 2 സാഹചര്യം മാത്രമാണ് പറയുന്നത്. അത് ദേശീയ നാഷണൽ എമർജൻസി ആണ് കേട്ടോ. സോറി, ഇറ്റ്സ് എ 2 condition when emergency proclaimed in the country. അത് തന്നെ ദേശീയ അടിയന്തരാവസ്ഥ തന്നെ. ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ 2 കണ്ടീഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അത് എന്താണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 പ്രകാരം അത് വരുന്നുണ്ട്. Declared when the security of India or any part of it is threatened by war, external aggression or armed rebellion. State emergency Article 356 പ്രകാരം declared when the constitutional machinery in state fails and the president's rules imposed in that state. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? 2 കണ്ടീഷൻ എന്നാണ്. നമ്മുടെ ഒരു രാജ്യത്ത് എമർജൻസി എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടുന്നത്, അതിൻ്റെ 2 കണ്ടീഷൻസ്. ഒന്ന് വരുന്നത് ദേശീയ അടിയന്തരാവസ്ഥയാണ്, നാഷണൽ എമർജൻസി വരും. അത് ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ്? ആർട്ടിക്കിൾ 352 പ്രകാരമാണ്. ഈ ആർട്ടിക്കിളൊക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്യാൻ പറയുന്നത്. ഇനി നിങ്ങളുടെ എക്സാമിൽ ചിലപ്പം ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ആർട്ടിക്കിളൊക്കെ പ്രധാനമാണ്. അപ്പം ഒന്ന് നാഷണൽ എമർജൻസിയാണ്, 352 പ്രകാരമാണ് ഇത് വരുന്നത്. എങ്ങനെയാണ് നാഷണൽ എമർജൻസി വരുന്നത്? അതായത് എന്താണ്
വിദേശത്ത് നിന്നുള്ള ആക്രമണം അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഭീഷണി അല്ലെങ്കിൽ യുദ്ധം അങ്ങനെ വല്ല എന്തെങ്കിലും വരുന്നതാണെങ്കിലാണ് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥ പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് എമർജൻസിയാണ്, സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. എന്തെങ്കിലും സംസ്ഥാനത്തിലുള്ള ഒരു ഭരണവ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നതാണെങ്കിലാണ്, അല്ലെങ്കിൽ എന്താണ് പ്രസിഡൻ്റ് റൂള് അത് ഇമ്പോസ് ചെയ്യുമ്പോൾ അതിന് മേൽ സംസ്ഥാനത്തിന് മേൽ പ്രസിഡൻ്റ് ഒരു റൂള് പ്രയോഗിക്കുമ്പോഴാണ് സ്റ്റേറ്റ് എമർജൻസി വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സ്പ്ലെയിൻ എനി 2 എഫക്ട്സ് ഓഫ് നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസി പുറപ്പെടാനുള്ള അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള 2 കാരണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെൻട്രലൈസേഷൻ ഓഫ് പവർ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ദ സെൻട്രൽ ഗവൺമെൻറ് ഗെയിൻസ് അതോറിറ്റി ഓവർ സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദി യൂണിയൻ. എന്താണ്, കേന്ദ്രഭരണത്തിന് അധികാരം വർദ്ധിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളിലെ അധികാരം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാകുന്നത്. ആ ഒരു ടൈമിലാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. ഓക്കെ. പിന്നെ രണ്ടാമത് വരുന്നത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഓർക്കുക, രണ്ടാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന അവകാശങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 19 അടക്കമുള്ള ചില അവകാശങ്ങൾ. ആർട്ടിക്കിൾ 19 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ഫ്രീഡം ആണ് അല്ലേ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. അതിലുള്ള ചില അവകാശങ്ങൾ ആർട്ടിക്കിൾ 19 അടക്കമുള്ള ചില അവകാശങ്ങൾ ഇങ്ങനെ തടയപ്പെടുന്നുണ്ട് അല്ലേ. ശരിക്കും നമ്മളെ കൂട്ടിലടച്ച കിളിയെ പോലെയല്ലേ. റൈറ്റ് ടു ഫ്രീഡം എന്താ പറയുന്നത്, നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ഇതാക്കാനുള്ള അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം തരുന്നത്. അപ്പോൾ അതൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ അടിസ്ഥാന അവകാശത്തിൻ്റെ ലംഘനം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് തടയപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യങ്ങളുടെ നമ്മുടെ ഫ്രീഡം നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. എന്താണ്, ഇതൊക്കെ ഈ 2 കണ്ടീഷനും വരുന്നത് നാഷണൽ എമർജൻസിൻ്റെ ഭാഗമായിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എനി 2 ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ എന്താണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ 4ഓളം പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ വരുന്നത്. ഇക്കണോമിക് പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ട് പറഞ്ഞത് അല്ലേ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇതിൽ വരുന്നത്, കോട്ടേജ് ഇൻഡസ്ട്രീസിനെ ആർട്ടിക്കിൾ 43 ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അതിന് കുടിൽ വ്യവസായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുടിൽ വ്യവസായം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗാന്ധിജി എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, നേരത്തെ ക്വസ്റ്റ്യൻസിലും ഇതേ സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് അതിൽ നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഇവിടെ എഴുതാം കേട്ടോ. അങ്ങനെ ഉണ്ടാവും ചില ക്വസ്റ്റ്യൻസിൽ മുൻപേ MCQയിൽ ചോദിച്ചിട്ടുണ്ടാവും. അത് തന്നെ ആയിരിക്കും ചിലപ്പം അതിൻ്റെ വേറൊരു ഭാഗമായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുന്നത്, സബ്ജക്റ്റീവ് ടൈപ്പ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇതെടുത്തിട്ട് എഴുതിയാലും മതി. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പാസ്സാവാനുള്ള വഴിയുണ്ട് കേട്ടോ. ഗാന്ധി എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അല്ലേ. അതിൻ്റെ ഗ്രാമീണ മേഖലകളിലെ സ്വയം പര്യാപ്തതയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാൻ ഗാന്ധിജി പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്നത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ആർട്ടിക്കിൾ 40 അണ്ടറിലാണത് വരുന്നത്. എന്താണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അത് ഗാന്ധിജി ബിലീവ് ചെയ്യുന്നുണ്ട്. ഒരു രീതിയിൽ തന്നെ അധികാരം കേന്ദ്രീകരിച്ച് നിൽക്കരുത്, വികേന്ദ്രീകരണമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻകറേജ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെൽഫ് ഗവേണിംഗ് വില്ലേജ് കൗൺസിൽസ്, അതായത് പഞ്ചായത്തി രാജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഒന്ന് പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, രണ്ടാമത് വരുന്നത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്തുകളുടെ സുദൃഢീകരണം എന്നാണ് പറയുന്നത്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ 40ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അനലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്.
നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളുടെ പ്രാധാന്യം വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അനലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, അല്ലേ? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളുടെ പ്രാധാന്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം അനലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം, അല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് ഉറപ്പ് നൽകുന്നുണ്ട്. ദാറ്റ് ഈസ് എൻഷുറിങ് ദി ഇൻഡിവിജ്വൽ ഫ്രീഡം. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക എങ്ങനെയാണ് ഗ്യാരണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷന് എക്സെട്ര, അതായത് വാണിജ്യം, മതവിശ്വാസം, അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രസ്ഥാനം എന്നിവയ്ക്കുള്ള ആ ഒരു ഫ്രീഡത്തിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അടിസ്ഥാന അവകാശങ്ങളിൽ അത് നമുക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെ ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, സമത്വവും സാമൂഹ്യ നീതിയും ഉറപ്പാക്കുന്നുണ്ട്. വിവേചനം നിരോധിക്കുന്നുണ്ട്, മതം, ജാതി, ലിംഗം, വംശം തുടങ്ങിയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇനി മൂന്നാമത് വരുന്നത് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ചൂഷണത്തിനെതിരെയുള്ള സംരക്ഷണമാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തന്നെ അടിസ്ഥാന അവകാശങ്ങളുടെ പ്രാധാന്യം വിശകലനം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം ഉണ്ട്, എഡ്യൂക്കേഷനുള്ള റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തന്നെ മറിച്ചും തിരിച്ചൊക്കെ എഴുതി കൊടുക്കാം നിങ്ങൾക്ക്, അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ ഇത് തന്നെ എഴുതിയാൽ മതി. പിന്നെ ലാസ്റ്റ് അവസാനം വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്, അല്ലേ? നമുക്ക് എന്തെങ്കിലും നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ മലയാളം പരിഭാഷ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? അത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ഒന്ന് പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റി കൾച്ചർ, അല്ലേ? അതിൽ ന്യൂനപക്ഷ സാംസ്കാരിക സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. അവരുടെ എന്താണ് ഭാഷ, ലിപി, സംസ്കാരം നമ്മളിൽ നിന്നും കുറച്ചധികം വ്യത്യസ്തമായിരിക്കും അവരുടേത്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്ഥാപിക്കാനുള്ള അവകാശം കൊടുക്കുന്നുണ്ടെന്ന്, അല്ലേ? അപ്പോൾ അതെന്താ അതിൽ പറയുന്നത്? ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്താനും അവകാശമുണ്ട്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ അതിൽ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കൂടെ നോക്കണം. അതിലൊരു 5-6 ഡ്യൂട്ടീസ് എങ്കിലും മിനിമം, അങ്ങനത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ മിനിമം ഒരു 5 എണ്ണെങ്കിലും പഠിക്കാൻ നോക്കണം. എന്തൊക്കെയാണ് ആ കാര്യങ്ങളുള്ളത്? ഒന്നെങ്കിൽ 2 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ 3 മാർക്കിന്. അപ്പോൾ അതെങ്കിലും കുറച്ചെങ്കിലും ഉള്ളതാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് 73rd അമെൻമെൻറ്റ് ആക്ട്. 73ാമത് ഭേദഗതി നിയമത്തിൻ്റെ 2 സവിശേഷതകൾ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ 2 പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലേ? എന്താണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. രണ്ടാമത് വരുന്നത് റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, SC/ST അവരുടെ വിമൻസിൻ്റെ അവിടെയൊക്കെ റിസർവേഷന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അത് എന്താണ് പഞ്ചായത്ത് രാജ്, എന്താണ് സ്ഥാപനം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ താഴെ. കൂടാതെ പട്ടികജാതി പട്ടികവർഗ സ്ത്രീ സംവരണം, ഇതാണ് 73ാമത് ഭേദഗതി നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് കൂടെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിക്കാം. പിന്നെ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ് ജില്ലാ പഞ്ചായത്ത് എന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ശിലാ പരിഷത്ത് എന്നാണ് അതിനെ പറയുന്നത്, ശിലാ പരിഷത്ത്. ഓക്കെ, അപ്പം അതിന് ജില്ലാ പഞ്ചായത്ത് എന്നാണ്. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഒരു 3 ഘട്ട ഭരണ സമ്പ്രദായമാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ എന്താണ് ജില്ലാ പഞ്ചായത്ത് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ എന്താണ് ജില്ലാ പഞ്ചായത്ത് എന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കണം. 42ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻഷൻ ദി 2 ഫങ്ഷൻ ഓഫ് ദി സ്പീക്കർ ഓഫ് ദി ലോക്സഭ. ലോക്സഭയിലെ സ്പീക്കറുടെ 2 ഫങ്ഷന്
എഴുതാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് 2 എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ ഒന്ന് വരുന്നത് ഡിസിപ്ലിൻ ആൻഡ് ഡെക്കോറം ഇൻ ദി ഹൗസ്, അല്ലേ, അച്ചടക്ക നടപടികൾ അത് നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാമത്തത് എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും വോട്ട് ഇഷ്യൂസ് വരുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു മാറ്ററിൽ, അപ്പോൾ അത് ടൈ വരുന്നതാണെങ്കിൽ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് ഏതാണോ വേണ്ടത് അതിലേക്ക് കാസ്റ്റിംഗ് വോട്ട് ചെയ്യപ്പെടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് 2 ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പം അത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ആവർത്തന വിരസത ഒഴിവാക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സഭയിലെ ക്രമസമാധാന അച്ചടക്കവും ഉറപ്പാക്കൽ, പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്, ചർച്ചകളും തർക്കങ്ങളും ക്രമീകരിച്ച് സഭാപ്രവർത്തനം സുഗമമാക്കുന്നുണ്ട്. പിന്നെ അനിയന്ത്രിതമായിട്ടുള്ള പെരുമാറ്റം കാണിക്കുന്ന അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സ്പീക്കർക്കുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ മതി, ഓക്കെ, മാർക്ക് കിട്ടിക്കോളും. പിന്നെ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തലാണ്. കാസ്റ്റിംഗ് വോട്ട് എന്താണെന്ന് മനസ്സിലാക്കണം, അതാണ് ഇവിടെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. സമനില വന്നു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താം. പിന്നെന്താണ്, ഒരു ബില്ലിൻ്റെ പാസ്സാക്കൽ അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ, തള്ളൽ, ഇതിനെ നിർണ്ണയിക്കാൻ സഹായിക്കുന്നതും കൂടെയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ, 2ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്, എക്സ്പ്ലെയിൻ ദി ഫിനാൻഷ്യൽ ഫങ്ഷൻ ഓഫ് ദി പാർലമെൻറ്റ്, അല്ലേ, നമ്മുടെ പാർലമെൻറ്റിൻ്റെ സാമ്പത്തിക ചുമതലകൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തിക ചുമതലകൾ എന്താണ്, ഒന്ന് അപ്രൂവൽ ഓഫ് ബഡ്ജറ്റ് അപ്രൂവൽ ചെയ്യാം. പിന്നെ കൺട്രോൾ ഓവർ ടാക്സേഷൻ, അല്ലേ, ടാക്സ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓതറൈസേഷൻ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, അല്ലേ, എന്തെങ്കിലും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതിന് ഓതറൈസേഷൻ കൊടുക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം അതിൻ്റെ എന്താണ് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ബജറ്റിൻ്റെ അംഗീകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാർഷിക ബജറ്റ് പാർലമെൻറ്റിൽ അംഗീകരിക്കണം. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. സാധാരണ ബജറ്റും റെയിൽവേ ബജറ്റുമാണ് അതിൽ ഉൾപ്പെടുന്നത്. പിന്നെ നികുതി ചുമത്തുന്നത് അത് നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, സാമ്പത്തിക ചുമതലയിൽ വരുന്ന സർക്കാർ ചെലവുകളുടെ അനുമതി, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കാം. പിന്നെ അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തമാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോബറേറ്റ് ദി ജൂറിസ്ഡിക്ഷൻ ഏരിയ ഓഫ് ദി സുപ്രീം കോർട്ട്. എന്താണ് 43ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, സുപ്രീം കോടതിയുടെ 2 അധികാരങ്ങൾ അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സുപ്രീം കോടതി ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ, 2ലും നിങ്ങൾ മെയിനായിട്ട് വരുന്നത് എന്താണ്, അതിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ തനതധികാരം എന്ന് മലയാളത്തിൽ പറയും. അപ്പലറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അപ്പീൽ അധികാരം. ഇത് 2ആണ് മെയിൻ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് കേട്ടോ, സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പീലില്ലാതെ തന്നെ നമുക്ക് സുപ്രീം കോടതിയിലേക്ക് എന്താണ് നേരിട്ട് കേസസ് കൊടുക്കാൻ പറ്റുന്നതാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ ആണെങ്കിൽ അപ്പീൽ ജൂറിസ്ഡിക്ഷൻ ആണെങ്കിൽ എന്താണ്, നമ്മുടെ സുപ്രീം കോർട്ടാണ് ഹയസ്റ്റ് കോർട്ട് വരുന്നത്, അപ്പീൽ സമർപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോർട്ടിൽ വെച്ചിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് അത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആണ് ഇത് അപ്പീലറ്റ് ജൂറിസ്ഡിക്ഷൻ ആൻഡ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് 2 ജൂറിസ്ഡിക്ഷൻ ഏരിയ ഓഫ് സുപ്രീം കോർട്ട് വരുന്നത്. അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും നമ്മൾ അന്നത്തെ സുപ്രീം കോടതിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിൽ ബി ക്വസ്റ്റ്യൻ, വൈ സുപ്രീം കോർട്ട് ഈസ് കോൾഡ് പ്രൊട്ടക്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് എന്താണ് സുപ്രീം കോടതി അടിസ്ഥാന അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്തുകൊണ്ടാണ് സംരക്ഷകൻ എന്ന് പറയുന്നത്, കാരണം നമുക്ക് തന്നെ അറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ലാസ്റ്റ് വരുന്ന റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അല്ലേ. നമ്മുടെ അടിസ്ഥാന അവകാശങ്ങൾ എന്തെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെടുന്നതാണെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാം, കോർട്ടിനെ സമീപിക്കാം. സുപ്രീം കോടതിയെ തന്നെ ഇതിനു വേണ്ടിയിട്ട് അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതാണെങ്കിൽ നേരിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. നമുക്ക് എന്ത് പറയാം, അതിൽ ന്യായപരിശോധന അധികാരം വരുന്നുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ,
ആർട്ടിക്കിൾ 32 പ്രകാരം അടിസ്ഥാനാവകാശങ്ങൾ ലംഘിക്കുന്ന നിയമങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കാം. കൂടാതെ റിട്ട് അധികാരങ്ങൾ വരുന്നത് അതിൽ റിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർട്യൂററി, ക്യൂ വാറൻറ്റോ. അപ്പോൾ ഇത്തരം റിറ്റുകളെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണോ ഹേബിയസ് കോർപ്പസ് വരുന്നത് അതിൻ്റെ ഇംഗ്ലീഷും സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം, അതേപോലെ തന്നെ മലയാളം സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇഷ്യൂ ചെയ്യുന്നത് സുപ്രീം കോടതി റിട്ടുകൾ ഇഷ്യൂ ചെയ്ത് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സംരക്ഷകൻ എന്ന്, അടിസ്ഥാന അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് സുപ്രീം കോടതിയെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദി ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുസ്ഥിര വികസനം എന്നാണ്. അപ്പോൾ അതിനെ നിർവചിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദി നീഡ്സ് ഓഫ് ദി പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ മുൻപേ ഒരു മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ 36ാമത്തെ എങ്ങാണ്ടോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യന് ഈ ഒരു പാരഗ്രാഫായിട്ട് വരുന്നില്ലേ? അവിടെ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണത് വരുന്നത്. കോംപ്രമൈസിൻ്റെ അവിടെയും പ്രസൻറ്റിൻ്റെ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പ്രാധാന്യം ഇങ്ങനെയാണ് വരുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം ജീവിച്ചിരിക്കുന്നവരുടെ കൂടെ അല്ല, ഭാവി തലമുറക്കും കൂടെ അവരുടെ ആവശ്യങ്ങളും കൂടെ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കണം. ആ ഒരു വികസനം, അത്തരത്തിലുള്ളൊരു വികസനം നമുക്ക് സംഭവിക്കണം എന്നാണ് സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ബ്രട്ടൺ ലാൻഡ് റിപ്പോർട്ടിലാണ് 1987 യുണൈറ്റഡ് നാഷൻസിൽ. ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു എൻവയൺമെൻറ്റിനെ ഹാം ചെയ്യാതെ തന്നെ ഒരു എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നാച്ചുറൽ റിസോഴ്സസിനെ, പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ എഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമമായ രീതിയിൽ തന്നെ അത് ഉപയോഗിക്കുകയും കൂടാതെ അത് ലോങ് ടേം അവൈലബിലിറ്റി ആയിട്ട് കൂടുതൽ കാലത്തേക്ക് അതിനെ വീണ്ടും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റം വേണം. അപ്പം എൻഷുർ ലോങ് ടേം അവൈലബിലിറ്റി എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം കൽക്കരി കാര്യങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം ഇനിയിപ്പോൾ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമുക്കത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ഇക്വിറ്റി ബൈ ഡെവലപ്മെൻറ്റ് ബെനിഫിറ്റ്സ് ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി. മൂന്നാമത്തെ കാര്യങ്ങളും അതാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ എനി ടു മെഷേഴ്സ് ടേക്കൺ ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ടു ചെക്ക് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ. ഇപ്പോൾ 45ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ച 2 നടപടികളെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, NGT എന്ന് പറയും. അത് 2010 അല്ലേ? അപ്പം അതാണ് ഫസ്റ്റ് ടേക്കൺ ചെയ്തത്. എന്ത് കേസസ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു NGT കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ദ പവർ ടു ഫൈൻ ഇൻഡസ്ട്രീസ്, സ്റ്റോപ്പ് ഹാംഫുൾ പ്രൊജക്റ്റ് ആൻഡ് ഗീവ് കോമ്പൻസേഷൻ ടു അഫക്റ്റഡ് പീപ്പിൾ. അല്ലേ? നമുക്ക് നല്ല രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാനും എന്തെങ്കിലും അഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾസിന് അതിൻ്റേതായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുകയും പ്രൊജക്റ്റ് ഹാംഫുള്ളായിട്ട് പ്രകൃതിയെ ശോഷിപ്പിക്കുന്ന പല പ്രൊജക്റ്റുകളും അതിനെ സ്റ്റോപ്പ് ചെയ്യുകയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ ഇതിൻ്റെ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1986 എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. അപ്പം എന്തിൻ്റെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇറ്റ്സ് ഫോക്കസ് ഓൺ എയർ, വാട്ടർ ആൻഡ് സോയിൽ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനത്തെയാണ് നമ്മുടെ ഈ ഒരു എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്റ്റും മുൻനിർത്തുന്നത്. നമ്മുടെ ജലം, മണ്ണ്, വായു തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു ഇതിൻ്റെയും ലക്ഷ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കണം. നിർബന്ധമായിട്ടും വായിച്ചു നോക്കേണ്ട ആവശ്യമാണ്. ഇനി അവസാനത്തെ 47th ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം.
എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് മണി ബില്ല്. മണി ബിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് മണി ബില്ലെന്ന് അറിയപ്പെടണം. പണവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ ധനകാര്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബിൽ, അതാണ് മണി ബിൽ എന്ന് പറയുന്നത്. ഒരു പുതിയ നികുതി ചുമത്തുന്നതിനോ നിലവിലുള്ള നികുതി റദ്ദാക്കുന്നതിനോ അതിൽ മാറ്റം വരുത്തുന്നതിനോ ഇന്ത്യ സർക്കാർ കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനോ സർക്കാർ ഏത് വാഗ്ദാനവും നൽകുന്നതിനോ ഇത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മണി ബില്ല് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇന്ത്യയുടെ ഏകീകൃത നിധിയിലോ അടിയന്തര നിധിയിലോ, അതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ആൻഡ് കോണ്ടിൻജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധമുള്ള വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. ജസ്റ്റ് അതിൻ്റെ എങ്ങനെയാണ് ഡെഫിനിഷൻ, ഇംഗ്ലീഷ് ഡെഫിനിഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി 48 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഐഡൻറ്റിഫൈ ദ 3 ഹിൻഡ്രാൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനാഭിപ്രായം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ 3 ഹിൻഡ്രാൻസ്. ഹിൻഡ്രാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങളാണ് കേട്ടോ. ഒരു ഉചിതമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനുള്ള 3 പ്രധാന തടസ്സങ്ങളെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം, ഡിസ്ക്രൈബ് എനി 3 സിഗ്നിഫിക്കൻസ് ആൻഡ് റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പൊതുജനാഭിപ്രായത്തിൻ്റെ 3 പ്രധാന പ്രാധാന്യങ്ങൾ എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇപ്പോൾ എന്താണ് ഫസ്റ്റത്തുള്ള തടസ്സങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനാഭിപ്രായത്തിൻ്റെ രൂപപ്പെടുത്താനുള്ള തടസ്സങ്ങൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അനാസക്തമായിട്ടുള്ള സമീപനമാണ്. ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരാവാൻ പല ആൾക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഫസ്റ്റത്തുള്ള വസ്തുത. രണ്ടാമത് വരുന്നത് നിരക്ഷരതയാണ് അല്ലേ. പലർക്കും അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ അക്ഷരജ്ഞാനമില്ലാത്ത അല്ലെങ്കിൽ എന്താണ് പറയുക, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നല്ല നമ്മുടെ തലപ്പത്തിരിക്കുന്നത്. ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊന്നല്ല കേട്ടോ. ഇവൻ മന്ത്രിമാരുടെ കേസിലാണ് പറയുന്നത്. അപ്പം കൂടുതൽ വിദ്യാഭ്യാസം കുറവുള്ളവർ തന്നെയാണ്. ഇപ്പം അതിനൊന്നും വലിയ ഇതില്ല. എന്നിരുന്നാൽ പോലും ഇവിടെ ഓപ്ഷനായിട്ട് നിരക്ഷരത കൊടുക്കാം. മൂന്നാമത് വരുന്നത് ദാരിദ്ര്യം. ദരിദ്രരായിട്ടുള്ള ആളുകൾ പ്രതീക്ഷയില്ലാത്തവരായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു അതിൻ്റെ പൊതുജനാഭിപ്രായത്തിൻ്റെ രൂപപ്പെടുത്താനുള്ള 3 പ്രധാന തടസ്സങ്ങളെന്ന് പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അതായത് അതിൻ്റെ പൊതുജനാഭിപ്രായത്തിൻ്റെ 3 പ്രധാന പ്രാധാന്യങ്ങൾ. എന്തുകൊണ്ട് നമ്മൾ അഭിപ്രായം പറയണം, പൊതുജനങ്ങൾ അഭിപ്രായം പറയണം എന്ന് പറയുന്നത്, ഇത് ഒന്ന് സർക്കാരിന് മാർഗദർശനം നൽകുന്നത്. അതായത് ഒരു പൊതു അഭിപ്രായം ഉണ്ടെങ്കിലേ അത് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമുക്ക് നയരൂപീകരണവും മറ്റും സർക്കാർ മാനിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ജനവിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ സ്വന്തം വശത്താക്കാനും തിരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനും ശ്രമിക്കുന്നുണ്ട് അല്ലേ. പിന്നീട് ഒരു ഇലക്ഷൻ വെക്കുമ്പോഴും എങ്ങനെയാണ് പൊതുജനാഭിപ്രായം, അതിൻ്റെ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടുള്ള ഇലക്ഷനിൽ അവർക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് പിന്നെ വരുന്നത് എന്താണ്, നിയമനിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും സർക്കാരിൻ്റെ പൊതു അഭിപ്രായത്തിൻ്റെ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് നിയമങ്ങൾ രൂപീകരിക്കുമ്പോൾ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു അഭിപ്രായങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വാച്ച് ഡോഗായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാം, അതായത് കാവൽക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഒരു പൊതു അഭിപ്രായം ഒരു കാവൽക്കാരനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സർക്കാരിനെ ഉത്തരവാദിത്വ ശൂന്യമാകാതിരിക്കാൻ നിയന്ത്രിക്കുക. അതായത് എന്താണ്, എപ്പോഴും കർത്തവ്യനിരതരായിരിക്കണം സർക്കാർ. കാരണം ബാക്കിയുള്ള എന്താണ് സാധാരണക്കാർക്ക് എന്താണോ ആവശ്യം വേണ്ടത്, ഒരു പൊതുജനത്തിന് എന്താ വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കി കൊടുക്കണം. അപ്പം അതെങ്ങനെ നടപ്പിലാക്കും, പൊതുജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ വിമർശനത്തിലൂടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ കൂടുതൽ നമ്മുടെ സർക്കാർ ജാഗ്രതയോടെ ഇരിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് പൊതുജനാഭിപ്രായത്തിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നത്. ഇനി 49ാമത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
ഡിസ്കസ് ദി റോൾ ഓഫ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഫോറിൻ പോളിസി. എന്താണ് 49ാമത്തെ ക്വസ്റ്റ്യൻ? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അനൈക്യ പ്രസ്ഥാനത്തിൻ്റെ പങ്ക് ചർച്ച ചെയ്യുന്നതാണ്. അനൈക്യ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണ് കേട്ടോ വരുന്നത്. അതിൻ്റെ മലയാളമാണ് വരുന്നത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ, ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഈ ഒരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ പങ്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇന്ത്യയെ ഉൾപ്പെടുത്താൻ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ശ്രമിച്ചെങ്കിലും ഇന്ത്യ ഈ സൈനിക കൂട്ടായ്മകളിൽ ചേരാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വം സ്വതന്ത്ര തീരുമാനമെടുക്കൽ എന്നതായിരുന്നു. അത് ഫസ്റ്റ് ഒരു പോയിൻ്റായിട്ട് എഴുതാം. പിന്നെ ഇന്ത്യ സമാധാനപരമായ ആണവോർജ്ജ പ്രയോഗത്തിനും ആയുധ നിരോധനത്തിനും പിന്തുണ നൽകിയിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു നാമിൻ്റെ കീഴിൽ ഇന്ത്യ ആണവായുധ പരീക്ഷണ നിരോധന കരാറിനോട്, അപ്പോൾ അത് നമ്മൾ CTBTനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ വിവേചനപരമായിട്ടുള്ള ഡിസ്ക്രിമിനേറ്ററി നാച്ചർ കാരണം അതെന്താണ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് കിട്ടാം? CTBTനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് ഇതിനോട് ഒക്കെ കാര്യങ്ങൾ ഈ ഒരു പോയിന്റ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഒരു കാര്യം, ഈ ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ആൻസർ നൽകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ മൂന്നാമത്തെ കേസ് എന്താ വരുന്നത്? നാം വഴി. നാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു അബ്രിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്ത് എഴുതണ്ടേ? നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പം നാം വഴി ഇന്ത്യ വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം, വാണിജ്യ ബന്ധം, സാങ്കേതിക സഹായം എന്നിവ ശക്തിപ്പെടുത്തി ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഐക്യത്തിന് നാം വഴിയൊരുങ്ങി അല്ലേ. ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഒരു ഐക്യത്തിന് ഈ ഒരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വഴിയൊരുങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ്? നാം അംഗരാഷ്ട്രങ്ങളുടെ ഐക്യം ഉപയോഗിച്ച് ഇന്ത്യ പല പ്രശ്നങ്ങളിലും UN-ൽ ശക്തമായ നിലപാടെടുത്തു. വംശീയ വിവേചനം, കൊളോണിയൽ ഭരണം എന്നിവയ്ക്കെതിരെ ഇന്ത്യ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഇൻഡോ ചൈന, ഇസ്രായേൽ, പലസ്തീൻ, കൊറിയൻ യുദ്ധം എന്നിവയിൽ അനൈക്യ നിലപാട് സ്വീകരിച്ചു. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണ് കേട്ടോ അനൈക്യ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു നാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്താൻ അതോട് തന്നെ ഈ ഒരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് സഹായകമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ എഴുതേണ്ടത്. ഇനി 15th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്ന്. ഐഡൻറ്റിഫൈ വാരിയസ് ഫാക്ടേഴ്സ് കോസിങ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. എന്താണ്? പരിസ്ഥിതിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന വിവിധ ഘടകങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈ വാരിയസ് ഫാക്ടേഴ്സ് കോസിങ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. ഓക്കെ. രണ്ടാമത്തെ, ഇനി ഒന്നെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത് നോക്കാം. ഡിസ്കസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യസ് നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി. അപ്പോൾ ഇങ്ങനത്തെ സബ് ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ ഓവർ ക്വസ്റ്റ്യൻസ് വരുന്നതാണെങ്കിൽ ഒരേ ചാപ്റ്ററിൽ നിന്നായിരിക്കും കേട്ടോ ചോദിക്കുന്നത്. അതിൻ്റെ ചില സമയത്തായിരിക്കും രണ്ട് അടുത്തടുത്ത ചാപ്റ്റേഴ്സിലുള്ളത് ചോദിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം അതായത് ചാപ്റ്റേഴ്സിൽ തന്നെ പല സെക്ഷനിലായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഭാരതത്തിൻ്റെ ദേശീയ പരിസ്ഥിതി നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പരിസ്ഥിതിയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള വിവിധ ഘടകങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണ്? ദാറ്റ് ഈസ് ലാൻഡ് ആൻഡ് എയർ വാട്ടർ ഡീഗ്രഡേഷൻ ആണ്, പോപ്പുലേഷൻ ഗ്രോത്ത്, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത്. ഭൂമി, വായു, ജലം മലിനീകരണം, പിന്നെ ജനസംഖ്യ വർധനവ്, നഗരവൽക്കരണം, ഉദ്യോഗീകരണം അല്ലെങ്കിൽ വ്യവസായവൽക്കരണം എന്ന ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വെച്ചാൽ വ്യവസായവൽക്കരണം എന്ന് പറയട്ടോ. വ്യവസായവൽക്കരണം എന്ന് പറയാം നമുക്കതിനെ ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് തകർച്ച ഉണ്ടാവുന്നത് എന്ന് പറയാം. ഇനി ഓർ ക്വസ്റ്റ്യനായിട്ട് എന്തായിരുന്നു വായിച്ചത്? ഭാരതത്തിൻ്റെ ദേശീയ പരിസ്ഥിതി നയത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം നമുക്ക്.
സുരക്ഷിതത്വവും ആരോഗ്യമുള്ളതുമായ ഉൽപാദനക്ഷമവും ദൃശ്യ സൗന്ദര്യവുമുള്ളതായ പരിസ്ഥിതി സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യാം അല്ലേ. പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അതിനെ വികസിപ്പിക്കുക. പിന്നെയാണെങ്കിൽ എന്താ, ഗ്രാമനഗര പ്രദേശങ്ങളുടെ നവീകരണം, വികസനം, പരിപാലന എന്നിവ നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തി കാണിക്കുന്നുണ്ട് അല്ലേ. പിന്നെയാണെങ്കിൽ വികസനം, ശാസ്ത്രീയമായ രീതിയിൽ വികസനം ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുള്ളത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ്, സൗഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിഭവങ്ങളുണ്ടല്ലോ, ഇപ്പം പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മാലിന്യങ്ങളുടെ തോത് ഉപയോഗം കുറക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു പരിസ്ഥിതി സൗഹൃദ മേഖലയാക്കി മാറ്റാൻ കഴിയും. ഇനി രാജ്യത്തെ ജീവവിഭവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനായിട്ട് മലഞ്ചെരിവുകൾ, മഴക്കാടുകൾ, പുൽമേടുകൾ, മരുഭൂമികൾ, പുഴകൾ, തടാകങ്ങൾ എന്നിവയൊക്കെ എന്താണ് പരിരക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. ഇനി പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളും അഭയാർത്ഥനങ്ങളും സൃഷ്ടിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻവയൺമെൻറ്റ് പൊല്യൂഷൻ ആ ഒരു അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ വേണമെങ്കിൽ എഴുതാം, ജസ്റ്റ് ഒന്ന് ലോജിക്ക് യൂസ് ചെയ്ത് കൊണ്ടിട്ട്. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇത് വായിച്ച് നോക്കാം. ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. നോർമലി നിങ്ങൾക്ക് മുൻപേ അറിഞ്ഞുള്ള ആ ഒരു ഇത് വെച്ചിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഇനി 51 അടുത്തത് 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. എന്താണ്, നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ വിദേശ നയത്തിലെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്, ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണ്, ദാറ്റ് ഈസ് പ്രിസർവേഷൻ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. പിന്നെ അച്ചീവ്മെൻറ്റ് ഓഫ് വേൾഡ് പീസ് അല്ലേ, ലോകശാന്തി സ്ഥാപിക്കൽ. പിന്നെന്താണ്, ഡിസാർമാമെൻറ്റ്, ആയുധ നിരസനം, ആയുധം ഉപേക്ഷിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഫോർ ആഫ്രോ ഏഷ്യൻ നേഷൻസ്, ആഫ്രോ ആസിയൻ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭ്യമാക്കൽ. ഇനി ഇതിൻ്റെ പ്രധാന തത്വങ്ങൾ എന്താണ്, ദാറ്റ് ഈസ് പഞ്ചശീലം, നോൺ അലൈൻമെൻറ്റും. അപ്പോൾ പഞ്ചശീലം എന്താണെന്ന് എല്ലാവർക്കും അറിയണം, നിർബന്ധമായിട്ടും അത് പഠിക്കണം. പിന്നെ നിരപേക്ഷ നയം, അതാണ് അല്ലെങ്കിൽ നൈപേക്ഷിക നയം, അങ്ങനെ വെച്ചിട്ടാണ് നോൺ അലൈൻമെൻറ്റ് പറയേണ്ടത്. നോൺ അലൈൻമെൻറ്റ് കുറച്ച് മുൻപേ നമ്മൾ നോക്കിയിട്ടുള്ളൂ, ആ കാര്യങ്ങളും പഠിക്കാം. പിന്നെ എന്താണ്, ഇത് ആൻറ്റി കൊളോണിയലിസം ആണ് വരുന്നത്. അത് സാമ്രാജ്യത്വ വിരോധം, വംശീയക്കെതിരെയായിട്ടുള്ള നിലപാട്, ഐക്യരാഷ്ട്രസഭയെ ശക്തിപ്പെടുത്തൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇന്ത്യൻസ് ഫോറിൻ പോളിസിയിൽ വരുന്നതാണ് കേട്ടോ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യാസ് പോളിസി ഓഫ് പഞ്ചശീല. എന്താണ് പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് പഞ്ചശീലൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതാണ്. പഞ്ചശീല തത്വങ്ങളുടെ പ്രാധാന്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് 52ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ഓർപ്പിച്ച് നോക്കാം, ഡിസ്കസ് ഇന്ത്യാസ് കോൺട്രിബ്യൂഷൻ ടു UN എഫേർട്സ് ഫോർ പീസ് ആൻഡ് ഡിസാർമാമെൻറ്റ്. എന്താണ്, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന നിരായുധീകരണ ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യാസ് പോളിസി ഓഫ് പഞ്ചശീലാണ്. എന്താണ്, ഭാരതത്തിൻ്റെ ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് പഞ്ചശീല എന്ന് അറിയപ്പെടുന്നുണ്ട്. പഞ്ചശീല എന്ന് പറയാൻ കാരണം എന്താണ്, അതിൽ 5 പ്രിൻസിപ്പിൾസ്, പ്രധാന തത്വങ്ങൾ അത് പിന്തുടരുന്നുണ്ട്. ഇതിൽ ഓരോരുത്തരുടെയും ഭൂപരിധിക്കും പരമാധികാരത്തിനും പരസ്പര ബഹുമാനം, അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. അപ്പോൾ ഈ പഞ്ചശീല പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഇംഗ്ലീഷും എന്താണ് ആ ഒരു 5 പ്രിൻസിപ്പിൾ എന്നത് ഇംഗ്ലീഷും കൂടെ നിങ്ങൾ നോക്കി വെക്കണം. ഇനി നെക്സ്റ്റ് എന്താണ്, മ്യൂച്വൽ നോൺ അഗ്രഷൻ ആണല്ലേ വരുന്നത്. മ്യൂച്വൽ നോൺ അഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, പരസ്പരം ആക്രമണമില്ലായ്മ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത് വരുന്നത് എന്താണ്, മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫേഴ്സ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് ഇതൊന്ന് വന്നിട്ടുണ്ടല്ലോ, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇൻ്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫേഴ്സ് എന്നായിരുന്നു ആ ഒരു ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്. ശരിക്കും ഇവിടെ പഞ്ചശീലിൻ്റെ തത്വം എന്തായിരുന്നു, മ്യൂച്വൽ നോൺ ഇൻ്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫേഴ്സ്. അതെന്താണ്, ഓരോരുത്തരുടെയും ആന്തരിക കാര്യങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയാണ്.
ഇനി അവസാന 2 വരുന്നത് സമത്വവും പരസ്പര നേട്ടവും ശാന്തിയോടെയുള്ള സഹവർത്തിത്വം. അതാണ് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിലൂടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മളുടെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന നിരായുധീകരണ ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ പങ്ക് വരുന്നത്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതം ആഗോള ആയുധ നിരസനം നിരപരാധിതയുടെ അടിസ്ഥാനത്തിൽ പിന്തുടർന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ ഭാരതം ആയുധ നിരസനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, പ്രമേയങ്ങൾ, നടപടികൾ എന്നിവയിലൂടെ വലിയ പങ്ക് വഹിച്ചു. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? 1948 ആണവോർജ്ജത്തെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണമെന്നും ആണവായുധങ്ങൾ ഇല്ലാതാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. 50 ഈ ഒരു ആയുധങ്ങൾ കുറയ്ക്കുന്നതിലൂടെ സ്വരൂപിക്കുന്ന തുക ഉണ്ടല്ലോ, അത് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന നിധി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ 1954 ആണവ പരീക്ഷണ നിരോധനത്തിനായി ഒരു സമഗ്ര ഉടമ്പടി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവസാന പോയിന്റ് എന്താ വരുന്നത്? ദാറ്റ് ഈസ് 1963 ഇന്ത്യ ഭാഗിക ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ചേർന്നു. പക്ഷെ അതിൽ തുടർച്ചയായി ചേരാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1964 ആയുധ വ്യാപനം തടയേണ്ടതിൻ്റെ ആവശ്യകത ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാൻ ഭാരതം ഓർ ഇന്ത്യ അത് മുൻകൈയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പേരയിൽ പറഞ്ഞിട്ട്, ഇൻട്രൊഡക്ഷനിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ നമ്മളെന്താണ് 52 ക്വസ്റ്റ്യൻ വരെയാണ് അല്ലേ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ 54 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 53 ക്വസ്റ്റ്യൻ നോർമൽ പാഠത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണൽ മൊഡ്യൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻസ് 52 വരെ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ടോട്ടൽ 54 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പോൾ 53ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ വരുന്നത്? എക്സ്പ്ലെയിൻ ഗാന്ധിസ് കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ. അതായത് ഗാന്ധിജിയുടെ സാമ്പത്തിക വികേന്ദ്രീകരണ ആശയം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് ദ മാർക്സിസം ആൻഡ് ഇറ്റ്സ് ബേസിക് പോസ്റ്റ്ലേറ്റ്. എന്താണ് മാർക്സിസത്തിനെ കുറിച്ചും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചിട്ടും വിവരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ എന്താണ് ഗാന്ധിജീൻ്റെ. എന്തൊക്കെയാണ്? ഗാന്ധിജി സാമ്പത്തിക അധികാരങ്ങളുടെ പ്രാദേശികവൽക്കരണത്തിന് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക അധികാരം വിതരണമാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ച നടപടികൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ, പിന്നെ ചെറുകിട തൊഴിൽ പ്രോത്സാഹനമാണ് അല്ലേ. കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ കൂടുതൽ വ്യവസായങ്ങളെ കുറിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ആണെങ്കിൽ സ്വദേശി ആശയം, നമ്മുടെ നാട്ടിലെ സമീപ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വദേശി ആശയമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ട്രസ്റ്റിഷിപ്പിനെ കുറിച്ചല്ലേ, സമൂഹത്തിൽ സമ്പത്ത് കൂടുതലുള്ളവർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചില രീതിയിൽ കാര്യങ്ങൾ മാറ്റി വെക്കുക, അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രസ്റ്റിഷിപ്പ് വരുന്നത്. പിന്നെ എന്താണ് ദേശീയ ഇനം വ്യവസായങ്ങളുടെ പുനരുദ്ധാരണം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എക്കണോമിക് ഡീസെൻട്രലൈസേഷനിൽ വരുന്നത്. ഓക്കെ, അതിൽ ആ ഒരു ആശയത്തിൽ വരുന്നത്. ഇനി മാർക്സിസത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ലിബറലിസത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ മാർക്സിസത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എന്താണ്, തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് മാർക്സിസം എന്ന് പറയുന്നത്. ലിബറലിസം എന്താണ്? മൂലധന ശ്രേണിയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് അല്ലേ. ലിബറലിസം ക്യാപിറ്റലിസത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുതലാളിത്തത്തിന് ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടെങ്കിൽ പോലും അതിലെന്താണ് ക്യാപിറ്റലിസം വരുന്നുണ്ട്. പക്ഷേ മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക മാറ്റത്തിൻ്റെ സിദ്ധാന്തത്തെയാണ് ഉൾക്കൊള്ളുന്നത്. ഇനി അതിൻ്റെ ചില കാര്യങ്ങൾ, അടിസ്ഥാന ധാരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകത്തിൽ യാതൊന്നും സ്വതന്ത്രമായി സംഭവിക്കുന്നില്ല, എല്ലാറ്റിനും ഒരു കാരണം പ്രതിഫലം ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, യഥാർത്ഥ പുരോഗതി എപ്പോഴും ഭൗതികമാണെന്നാണ് പറയുന്നത്. കൂടാതെ ഭൗതിക ഘടകം വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ സാമൂഹിക സാമ്പത്തിക പുരോഗതിയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ജനിക്കുന്നത്.
അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത് അല്ലേ. നമ്മൾ ജനിക്കുന്നത് എവിടെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പിന്നീടുള്ള ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ. പിന്നെ അവസാന പോയിന്റ് എന്താണ്? സാമൂഹിക വർഗങ്ങൾ, പ്രത്യേകിച്ച് വ്യതിരിക്ത താല്പര്യമുള്ള വർഗങ്ങൾ അവരുടെ പോരാട്ടത്തിലൂടെയും വിപ്ലവ പ്രക്രിയയിലൂടെയും പുരോഗമിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് മാർക്സിസത്തിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ റിവിഷൻ ക്ലാസ്സിൻ്റെത് വൈൻഡപ്പ് ചെയ്യാണ്, എൻഡാണ്. ടോട്ടൽ 54 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഓപ്ഷണൽ മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി നോർമൽ മൊഡ്യൂൾസിൻ്റെ എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ പറഞ്ഞതിൽ തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി വെക്കാം, നോട്ട് എഴുതിയെടുക്കാം. ഒരു എന്തായാലും ഫൈനൽ പ്രിപ്പറേഷനാണ് നമ്മളുടെ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും കൂടെ നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.